ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വിലയാണ്. പ്രഭാവതിയോട് പ്രതാപൻ ചോദിക്കുകയാണ്, അല്ല ചേച്ചി, ഇപ്പോൾ ഗായത്രി ചേച്ചിയുടെ സ്ഥാനത്തിരിക്കുന്നത് ചേച്ചിയല്ലേ? അപ്പോൾ വരലക്ഷ്മി പൂജ നടത്തേണ്ടതും ചേച്ചിയല്ലേ? പിന്നെ ചേച്ചി എന്തിനാ ആ പാർവതിയോട് അത് ചെയ്യാൻ പറഞ്ഞത്? ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, എടാ പൂജയിലൊക്കെ എന്ത് കാര്യമിരിക്കുന്നു, അതവൾ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, അതിനെന്താ? ഇപ്പം നമ്മൾ ഇതിൽ കയറി ഇടപെട്ട് ഞാൻ പൂജ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലേ അടുത്ത പ്രാവശ്യം ഗായത്രിയുടെ ആത്മാവിനെ കാണുമ്പോൾ ഇവൾ ഈ കാര്യം പറയും. തുടർന്ന് ഗായത്രി നമ്മളെ വകവരുത്താൻ വേണ്ടി എന്തെങ്കിലും അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്തിനാ വേണ്ടാത്ത വയ്യാവിലിയൊക്കെ എടുത്ത് നമ്മൾ തലയിൽ വെക്കുന്നത്? അത് ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് പ്രതാപനും പറയുന്നു. അങ്ങനെ അവര് വരലക്ഷ്മി പൂജയ്ക്ക് വേണ്ട ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശേഖരൻ വരികയാണ്. കൊലയാളികളാ വരലക്ഷ്മി പൂജയുടെ ലിസ്റ്റ് എഴുതുന്നത്. ഇവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാ എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ അത് ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇവളെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക എന്നാലോചിച്ചിട്ട് ശേഖരൻ തപ്പിത്തടഞ്ഞു പോകുന്നത് കണക്ക് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം പ്രഭാവതി അവിടെ നിന്ന് തള്ളി വീഴ്ത്തുകയാണ്. പ്രഭാവതിയുടെ അലർച്ച കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന ഗാർഗിയും പാറുവും പ്രഭാവതിയും പ്രതാപനും താഴെ വീണു കിടക്കുന്ന കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇയാൾക്ക് ആ മുറിയിലെങ്ങാനും ഇരുന്നാൽ പോരെ, എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പ്രഭാവതി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അറിയാതെ പറ്റിയതാണെന്ന് ശേഖരൻ പറയുന്നു. പിന്നെ ഞാനൊരു അഭിപ്രായം കൂടി പറയാനാ വന്നത്. വരലക്ഷ്മി പൂജ പാർവതി നടത്തുന്നതായിരിക്കും നല്ലത്. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, വരലക്ഷ്മി പൂജ പാർവതി തന്നെയാണ് നടത്തുന്നത് എങ്കിൽ അത്യുത്തമം. എങ്കിലേ ഞാൻ പോകുവാന്ന് പറഞ്ഞ് ശേഖരൻ അവിടെ നിന്ന് പോകുമ്പോൾ പൂജയ്ക്ക് വേണ്ടി പൂക്കളൊക്കെ വാങ്ങണമെന്ന് പാർവതി പ്രഭാവതിയോട് പറയുന്നു. അതിൻ്റെ ലിസ്റ്റാ ഞാനും പ്രതാപനും ചേർന്ന് എഴുതിക്കൊണ്ടിരുന്നത്. പ്രതാപൻ എല്ലാം വാങ്ങിക്കൊണ്ട് വരുമെന്ന് പ്രഭാവതി പറയുമ്പോൾ ഞങ്ങൾ ബാക്കി ഒരുക്കങ്ങളൊക്കെ നടത്തട്ടെ എന്ന് പറഞ്ഞ് ഗാർഗിയും പാറുവും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, പ്രതാപ നീ വരുമ്പോൾ ഹൈ ഹീലിൻ്റെ 2 ചെരുപ്പ് കൂടി വാങ്ങിയിട്ട് വരണം. അതെന്തിനാ ചേച്ചി? അതൊക്കെയുണ്ട്, നീ വാങ്ങിയിട്ട് വന്നാൽ മതിയെന്ന് പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ കടയിൽ പോയതിനു ശേഷം പ്രഭാവതിയുടെ അടുത്തേക്ക് വരുന്നതാണ്. ദാ ചേച്ചി, ചേച്ചി പറഞ്ഞതുപോലെ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. അല്ല, ഇത് ആർക്ക് കൊടുക്കാനാ? ഇതെനിക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ. ആർക്ക് എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, പല്ലവിക്ക്. നേരെ ചൊവ്വേ സാധാരണ ചെരുപ്പിട്ട് നടക്കാൻ അറിയാത്ത ആ പട്ടിക്കാട്ടുകാരിക്കാണോ ചേച്ചി ഈ വില കൂടിയ ചെരുപ്പ് വാങ്ങിയിരിക്കുന്നത്? അവളെ നീ അങ്ങനെ കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട. ഒന്നാരെങ്കിലും പുഷ് ചെയ്തെടുക്കുകയാണെങ്കിലേ അവള് നല്ല മോഡേൺ കുട്ടിയായി തന്നെ ആകും. ചേച്ചിയുടെ പ്ലാനൊന്നും വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ് പ്രതാപ, ആ പല്ലവി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി വിളിച്ചോണ്ട് വാ. ശരിയെന്ന് പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ പല്ലവിയും കൂട്ടിക്കൊണ്ട് പ്രഭാവതിയുടെ അടുത്തേക്ക് വരുന്നതാണ്. തുടർന്ന് പല്ലവിയുടെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തുകയാണ് പ്രഭാവതി. എൻ്റെ പല്ലവി, നീ ഇങ്ങനെ ഗ്രാമീണ പെൺകുട്ടിയായിട്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. നീയേ മോഡേൺ ഗേൾ ആകണം. അതൊന്നും ശരിയാകില്ല, ചേച്ചിക്ക് അതൊന്നും ഇഷ്ടമാകില്ലെന്ന് പല്ലവി പറയുമ്പോൾ ചേച്ചിയുടെ ഇഷ്ടമൊക്കെ നീ എന്തിനാ നോക്കുന്നതെന്ന് പ്രതാപൻ ചോദിക്കുന്നു. നിനക്കിഷ്ടമാണോ? നീ അതാദ്യം പറയാനായിട്ട് പ്രഭാവതി പറയുമ്പോൾ എനിക്ക് താല്പര്യമുണ്ടെന്ന് പല്ലവി പറയുന്നു. എങ്കിലേ ഞാൻ നിന്നെ മോഡേൺ ഗേളാക്കി മാറ്റിയെടുക്കും. അതിൻ്റെ ആദ്യ പടിയെന്നോണം ഞാൻ നിനക്ക് ഒരു ജോഡി ഹൈ ഹീൽ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതിട്ട് വേണം നീ ഇവിടേക്ക് നടക്കാൻ. രാത്രി ഉറങ്ങാൻ നേരം മാത്രമേ നീ ചെരുപ്പ് അഴിച്ചു വെക്കാവൂ. ശരി അമ്മേ എന്ന് പറഞ്ഞ് പല്ലവി ആ ചെരുപ്പം വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് പല്ലവി അവിടെ നിന്ന് പോയതിനു ശേഷം പൊട്ടിച്ചിരിക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. പിന്നീട് കാണിക്കുന്നത് സുശീലയും ജാസ്മിനെയുമാണ്. വരലക്ഷ്മി പൂജയെപ്പറ്റി സംസാരിക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് ജാസ്മിൻ പറയുകയാണ്, ഗായത്രി ആൻറ്റിയുടെ ആത്മാവൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വെറുതെ ആൻറ്റി. ആ പാർവതിയുടെ ഓരോരോ നാടകങ്ങളാണ് ഇതൊക്കെ. നീ പറയുന്നത് സത്യമാണോ ജാസ്മിൻ എന്ന് സുശീല ചോദിക്കുമ്പോൾ അതേ ആൻറ്റി എന്ന് പറയുകയാണ് ജാസ്മിൻ. എങ്കിൽ നമുക്ക് പാർവതിയുടെ കള്ളത്തരം പൊളിച്ചെടുക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതേസമയം പൂജയ്ക്കുള്ള പൂമാലകൾ കെട്ടുകയായിരുന്നു പാറുവും ഗാർഗിയും. തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന സുശീലയും ജാസ്മിനും പാറുവിനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കുകയാണ്. ഇവിടെ പൂജ നടത്താൻ പോകുന്ന മഹാലക്ഷ്മിയാ നിങ്ങൾ അപമാനിക്കുന്നതെന്ന് ഗാർഗി പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ഇവളാ പൂജ നടത്താൻ പോകുന്നതെന്ന് ആരാ പറഞ്ഞത്? ഇന്നിവിടെ പൂജ നടത്താൻ പോകുന്നതേ ഞാനാണ്. എൻ്റെ ജാസ്മിനെ, നിനക്കൊരു കാര്യം അറിയാമോ? ഈ വീട്ടിലെ അംഗമായിരിക്കും ലക്ഷ്മി പൂജ നടത്തുന്നത്. നീ ഈ വീട്ടിലെ അംഗമല്ലല്ലോ. എന്താ സുശീലാൻറ്റി ഇതൊന്നും നിനക്ക് പറഞ്ഞു തന്നില്ലേ? അതോ അമേരിക്കയിൽ പോയപ്പോൾ സുശീലാൻറ്റി ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയോ എന്നൊക്കെ ജാസ്മിനോടും സുശീലോടും ചോദിക്കുകയാണ് ഗാർഗി. പാചകമടിച്ച് ഇവിടെ നിന്ന് ചമ്മാതെ മര്യാദയ്ക്ക് വന്ന് പൂജയിൽ പങ്കെടുക്കാൻ നോക്കുന്ന ഗാർഗി പറയുമ്പോൾ അവിടെ നിന്ന് നാണം കെട്ട് പോവുകയാണ് ജാസ്മിൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.